ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കിഡ്സ് ഫെസ്റ്റ് ശിശുദിനാഘോഷ നിറവിൽ വിദ്യാലയം തിരുനാവായ നവംബർ 14 ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ കിഡ്സ് ഫെസ്റ്റ് അരങ്ങേറി. വടക്കാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ വൈസ് ചെയർമാനും SMC ചെയർമാനുമായ ശ്രീ VN വേണുഗോപാലൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സജന KK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഡയറക്ടർ ശ്രീമതി നിർമ്മല ചന്ദ്രൻ അതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി. പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം ശ്രീ വേണുഗോപാലൻ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. ഉത്തമരായ മാതാപിതാക്കളെ മക്കൾക്ക് ലഭിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഊന്നിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഭാഷണം. PTA പ്രസിഡന്റ് ധനീഷ് AK ആശംസകൾ അർപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു മേനോൻ നന്ദി പറഞ്ഞു. അതിനുശേഷം വൃക്ഷാസനം എന്ന യോഗാസനം തുടർച്ചയായി 45 മിനിറ്റും 54 സെക്കൻഡും ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവിക ശ്രീജിത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു. ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ തിരൂർ കേന്ദ്രങ്ങളിൽ പ്രീ KG, LKG, UKG 1-2 ക്ലാസുകളിലെ കുരുന്നു പ്രതിഭകളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. You are the shining stars of the school always. There is no need of a formal invitation for our students. And today is Children's Day also. Happy Children's Day to all my dear children. ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലൂടെ ഉരുത്തിരിയുന്നുണ്ട്. സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ, നമ്മളിൽ തന്നെ കഷ്ടപ്പെടുന്നവരെ തിരിച്ചറിയാനും നമ്മുടെ ഒരു കൂട്ടായ്മയോട് കൂടി അവരെ സംരക്ഷിക്കാനും അവർക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാനൊക്കെ ഇത്തരം കൂട്ടായ്മകൾ നടക്കും. പിന്നെ വളരെ നല്ല ഓർമ്മകളായിട്ടും അത് അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒത്തുചേരലുകൾ, ഇന്നത്തെ ഈ ഒത്തുചേരലും നാളത്തെ നമ്മുടെ നല്ല ഓർമ്മകളായിട്ട്, നമ്മളെ കുട്ടികളുടെ നല്ല ഓർമ്മകളായിട്ട് മാറാൻ എല്ലാവരും ശ്രമിക്കണം. With 21 years of experience as Vice President, Marketing and Administration at Sharp India Limited, he brings a wealth of corporate insight and strategic acumen. Let's give a warm welcome to Shri Venugopal. ഞാൻ 2-3 കാര്യം പാരൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ സംസാരം അതിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ നിങ്ങളൊക്കെ സ്കൂൾ പോയ കാലമോ അല്ലെങ്കിൽ കോളേജ് പോയ കാലമോ ഞാൻ പഠിച്ച കാലമോ അല്ല ഇന്ന്. മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ നമ്മളുടെ കുട്ടികൾ എങ്ങനെ വളരണം, എങ്ങനെ വിദ്യാഭ്യാസം നേടണം, എന്തെല്ലാം സംസ്കാരം ഉണ്ടായിരിക്കണം എന്നുള്ളതിന് സ്കൂളിന് മാത്രമല്ലാതെ നമ്മളുടെ സമൂഹത്തിനും പാരൻസിനും എല്ലാവർക്കും ഉത്തരവാദിത്വമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളെ വളർത്തുമ്പോൾ അവർ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് വളരണം. അറിയിക്കാതെ കുട്ടികളെ വളർത്തരുത്. ബുദ്ധിമുട്ടുകൾ എന്താണെന്നും വിഷമങ്ങൾ എന്താണെന്നും കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതുപോലെ സ്മോൾ തിങ്സ്, കുട്ടികളെ വെയിൽ കൊള്ളാൻ അനുവദിക്കാതിരിക്കുന്ന പാരൻസ് ഉണ്ട്. കുട്ടികൾ വെയിൽ കൊള്ളണം. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. കാരണം കുട്ടികളെല്ലാം അറ്റാക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് മാത്രമാണ് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏതൊരു ഫീൽഡോ എന്തെടുത്ത് കഴിഞ്ഞാലും നന്നായി സംസാരിക്കാൻ കഴിയണം. എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ മാക്സിമം നമ്മളെ കുട്ടികളെ ഒരു പരിപാടിക്ക് പോലും പിന്നിലോട്ടല്ലാതെ, അറിയില്ലേ എന്നുള്ളതല്ല, അവർ പങ്കെടുത്ത് ഫസ്റ്റോ സെക്കൻഡോ ചിലപ്പോൾ പാർട്ടിസിപ്പേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. Our Joint Secretary for his encouraging presidential address and for the constant support extended to all our school endeavors.
പാൻ മീഡിയ ന്യൂസ്, തിരൂർ.